താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാമേടുകളും, കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാമേടുകളും, മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 61 രണ്ടാമത്തെ വാക്യമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അതായത് നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ യേശുവിൻ്റെ താങ്ങുന്ന കരങ്ങൾ നമ്മോട് കൂടിയിരിക്കും എന്നുള്ള വലിയൊരു മഹൽ സത്യമാണ് ഇന്ന് പകൽ സമയം നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വിളിച്ചറിയിക്കുകയുള്ളൂ. അതാണ് പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടില്ല, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന്. കാരണം നമ്മുടെ ദൈവത്തിന് ചില പ്രത്യേക യോഗ്യതകൾ ഉള്ളതിനാലാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കും. എന്താണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകളെന്ന് ചിന്തിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ദൈവം വിശുദ്ധനാണ്, സ്നേഹവാനാണ്, കൃപയും കരുണയും നിറഞ്ഞവനാണ്, തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ പ്രാപ്തനാണ്, വിശ്വസ്തനാണ്, വാഗ്ദാനങ്ങളെയും കാത്തു സൂക്ഷിപ്പാനും നിവർത്തിപ്പാനും മതിയായവനാണ്, ആത്മീയവും ഭൗമികവുമായത് നൽകി തരുവാൻ സമ്പന്നനാണ്, തന്നിൽ ആശ്രയിക്കുന്ന സമൂഹത്തെ സംരക്ഷിപ്പാൻ മതിയായവനാണ്, അനാഥരെയും വിധവരെയും സംരക്ഷണം ചെയ്യുവാനാണ്. ആരുമില്ലാതെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് യേശു താങ്ങുന്ന കരങ്ങളാണ്. ഈ ദൈവത്തെ വിശ്വാസത്തോടെ ഏത് സാഹചര്യത്തിലും വിളിച്ചപേക്ഷിച്ചാൽ ദൈവം തൻ്റെ താങ്ങുന്ന കരങ്ങളുമായി സമയമേ ഓടിയെത്തും. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് ആണെങ്കിലും വിളിച്ചപേക്ഷിക്കുമെന്ന്. തിരുവഴുത്തിൽ അനേക വ്യക്തികളുടെ നിലവിളിയും കരച്ചിലും സങ്കടങ്ങളും നിസ്സഹായാവസ്ഥകളും ഒക്കെ കണ്ടും കേട്ടും ദൈവം ഇറങ്ങി പ്രവർത്തിച്ച വിഷയങ്ങൾ തിരുവനന്തപുരത്തിൽ കൂടി അറിയുവാൻ സാധിക്കും. എങ്കിലും ചില വ്യക്തികളെ എടുത്തു കാണിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം സർവ്വശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്. ആയതിനാലാണ് മനുഷ്യൻ്റെ ഏത് സാഹചര്യവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. ദാവീദ് പറഞ്ഞത് ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്ന്. അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാർ ഭവനത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ പൈതലുമായി മരുഭൂമിയിൽ ഒഴിഞ്ഞു നടന്നപ്പോൾ ബാലൻ്റെ നിലവിളിയും അവിടെ കരച്ചിലും കണ്ട് ദൈവം ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയതായി കാണാം. അതുപോലെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കല്ലറയിൽ ചെന്നപ്പോൾ യേശുവിനെ കാണാതെ തോട്ടത്തിൽ കരയുന്ന മറിയയുടെ അടുക്കൽ യേശു ചെന്ന് അവളെ ആശ്വസിപ്പിച്ച ശേഷം ആണല്ലോ യേശു പിന്നെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയത്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആകുലതകൾ അകറ്റുവാൻ യേശു അവരോട് ചേർന്ന് കിടന്ന് സംഭാഷിച്ചതായി കാണാം. കുരുടൻ്റെ നിലവിളി ശ്രദ്ധിച്ച് അവന് വിടുതൽ നൽകി. അതുപോലെ നൈനിലെ വിധവയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി. ലാസറിൻ്റെ സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് നീക്കുപോക്കുകൾ നൽകി. കുഷ്ഠരോഗികൾ, മുടന്തർ, കൂനർ, ഭൂതഗ്രസ്തർ എന്നിങ്ങനെ നാനാവിധത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് നമ്മുടെ കർത്താവാണ്. സമൂഹത്തിൻ്റെ ഇടയിൽ പരിഹാസിയായി തീരാൻ സാധ്യതയുള്ള ഇടമായിരുന്നു കാനാവിലെ കല്യാണ വീട്.
അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി. ഇതിൻ്റെ എല്ലാം കാരണം യേശു ഉപദേശിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, പ്രവൃത്തികളിലൂടെയും യേശു ആരാണെന്ന് തെളിയിച്ചു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കരച്ചിലും കണ്ണുനീരും നിലവിളികളൊക്കെ ശ്രദ്ധിച്ച് അതിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യനിർമ്മിതങ്ങളായ ദൈവങ്ങൾക്ക് സാധിക്കാതെ ഇരിക്കുമ്പോൾ, സർവ്വത്തെ ഒരു വാക്കിൽ നിർമ്മിച്ച ദൈവം, മണ്ണിൽ നിന്ന് നിർമ്മിച്ച മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം നൽകി ജീവൻ നൽകിയ ദൈവത്തിന് നിങ്ങളുടെ നിലവിളികളെയും കരച്ചിലുകളെയും അവഗണിച്ചു പോകാൻ സാധ്യമല്ല. ആകയാൽ ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് നിലവിളിച്ചാലും നിലവിളിയെ ശ്രദ്ധിച്ച് അടുത്തു വന്ന് തൻ്റെ താങ്ങുന്ന കരത്താൽ കോരിയെടുത്ത് ആശ്വസിപ്പിക്കും. വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കാൻ കഴിയാത്തവനല്ല ജീവനുള്ള ദൈവം. നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുവാൻ ദൈവം സർവശക്തജ്ഞാനിയാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ച് രക്ഷിപ്പാൻ യേശു സർവശക്തനാണ്. അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് വിളിച്ചപേക്ഷിക്കുക, വിടുതൽ നിശ്ചയമാണ്. യേശുവിൻ്റെ താങ്ങുന്ന കരങ്ങളിൽ നിങ്ങൾ ആയിത്തീരുമാനിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.